ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ ഡൽഹിയിലാണ്. അപ്പോൾ ഡൽഹിയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എയർഫോഴ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രാഷ്ട്രപതി ഭവനാണ്. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയായ രാഷ്ട്രപതി ഭവനിലേക്കാണ് നമ്മളിനി പോകുന്നത്. രാഷ്ട്രപതി ഭവനിൽ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ടൈമുണ്ട്. 9 മണി തുടങ്ങി 4 മണി വരെയാണ്. അപ്പോൾ പല സ്ഥലത്ത് കയറാൻ പല സർക്യൂട്ടുകളുണ്ട്. ഇപ്പോൾ അത് ഓൺലൈൻ വഴി നമുക്ക് എടുക്കാം, ബുക്ക് ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ പോകുന്നത് G20 ടൈമിലായതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലോട്ട് കയറാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട് അത് ബുക്ക് ചെയ്യണം. അപ്പോൾ സർക്യൂട്ട് 1 രാഷ്ട്രപതി ഭവനും അതിൻ്റെ മധ്യ പുൽത്തകിട് ഉൾക്കൊള്ളുന്നതാണ് സർക്യൂട്ട് 1. ആ സർക്യൂട്ടിൽ കയറണമെങ്കിൽ 50 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. സർക്യൂട്ട് 2 എടുക്കണമെങ്കിൽ മ്യൂസിയം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സർക്യൂട്ട് 3 ആണെങ്കിൽ മുഗൾ ഗാർഡനും മറ്റ് ചില പൂന്തോട്ടങ്ങളും ഉൾക്കൊള്ളുന്നതാണ് സർക്യൂട്ട് 3. അപ്പോൾ ഇതെല്ലാത്തിനും ഒരു 50 രൂപ വെച്ചാണ്. ഒരു സർക്യൂട്ടിന് 50 രൂപ വെച്ചാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട് ബുക്ക് ചെയ്തിട്ട് വേണം ഈ രാഷ്ട്രപതി ഭവനിൽ പോകാൻ. ഇന്ത്യ ഗേറ്റിന് പ്രത്യേകതയുണ്ട്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ യുദ്ധസ്മാരകങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ സേനയുടെ ഒരു യുദ്ധസ്മാരകം ഇതിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നു. അമർ ജവാൻ ജ്യോതി എന്നാണ് ഇതിൻ്റെ സ്മാരകം അറിയപ്പെടുന്നത്. ഈ ജ്യോതിക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ജ്യോതി ഒരിക്കലും കെടാറില്ല. വിളക്കെന്നാണ് പറയുന്നത് അമർ ജവാൻ ജ്യോതി. അപ്പോൾ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. ഡൽഹിയിലെ പ്രധാന പാതയായ രാജ്പത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ ആദ്യ നാമം അഖിലേന്ത്യാ യുദ്ധസ്മാരകം എന്നായിരുന്നു. ഇന്ത്യ ഗേറ്റിന് മൊത്തം ഉയരം 42 മീറ്ററാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ ആർച്ചിൻ്റെ താഴെയായി കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപമാണ് അമർ ജവാൻ ജ്യോതി. കറുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇത് യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായി തെളിയിച്ചിരിക്കുന്നതാണ്. 1971 ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഓർമ്മയ്ക്കായി 1972 ജാനുവരി 26 ഇത് സ്ഥാപിക്കപ്പെട്ടത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് സ്ഥാപന കർമ്മം നിർവഹിച്ചത്. രാഷ്ട്രപതി ഭവൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഇന്ത്യ ഗേറ്റ്. അപ്പോൾ നമുക്ക് രാഷ്ട്രപതി ഭവൻ്റെ ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ ഇവിടെ വൈകുന്നേരമൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ പല ജോലിക്കായിട്ട് ഡൽഹിയിൽ വന്നിട്ടുണ്ട്. നമുക്കിവിടെ വെച്ച് മലയാളികളെ കാണാനും, അതുകൂടാതെ ഹിന്ദിക്കാരാണെങ്കിലും തമിഴായിട്ടുള്ള ആൾക്കാരും അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന പല ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റി. ഒരുപാട് ടൂറിസ്റ്റുകളും ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ രാഷ്ട്രപതി ഭവനൊക്കെ നമ്മൾ കുറച്ചും കൂടി തൊട്ടടുത്ത് നിന്ന് കാണാനുള്ള അവസരം നമുക്കുണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യ ഗേറ്റും നമുക്ക് ലൈറ്റോടുകൂടി ഇന്ത്യ ഗേറ്റും കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ രാഷ്ട്രപതി ഭവൻ്റെ കുറച്ചും കൂടി അടുത്തോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നടക്കാനായിട്ട് കേട്ടോ. നമ്മൾ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് നന്നായിട്ട് തന്നെ നടക്കണം. അപ്പോൾ നടക്കുകയും ചെയ്യണം. അതിൻ്റെ അരികത്ത് തന്നെ, രാഷ്ട്രപതി ഭവൻ്റെ അരികത്ത് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റും. വീഡിയോ മാത്രമല്ല, നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. ഇത്ര അരികത്ത് നിന്ന് നമുക്ക് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. G20 ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് ചെല്ലാനും അതിൻ്റെ ഉള്ളിൽ കയറാനൊക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഡേറ്റുകളിൽ നമുക്ക് ഇന്ത്യ ഗേറ്റ് ടച്ച് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറാൻ പറ്റുമോ, അല്ലെങ്കിൽ ഓൺലൈനിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടേക്ക് കയറാനൊക്കെ സാഹചര്യം കിട്ടും. അപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഡൽഹിയിൽ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് G20 നിയമങ്ങൾ കാരണം 1 വീക്കായിട്ട് രാഷ്ട്രപതി ഭവൻ്റെ അങ്ങോട്ടും അതുകൂടാതെ ഇന്ത്യ ഗേറ്റിൻ്റെ അരികത്തോട്ടും ആൾക്കാരെ വിടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ടച്ച് ചെയ്യാനും ഒന്നും പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് അകലെ ഇരുന്നെങ്കിലും നമുക്കിതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. അവിടുത്തെ ഗാർഡനിലിരുന്ന് സ്പെൻഡ് ചെയ്യും, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ 8 മണിക്കകത്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇലൂഷൻ മ്യൂസിയത്തിൽ. അപ്പോൾ ഇലൂഷൻ മ്യൂസിയത്തിൻ്റെ നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇലൂഷൻ മ്യൂസിയത്തിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോ ഇടാം, കാരണം അത്രയ്ക്ക് ഭംഗിയുള്ള ഇലൂഷൻ മ്യൂസിയത്തിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ അതിൽ എടുത്തിട്ടുണ്ട്, ഒരുപാട് ഫോട്ടോസുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടിയുള്ള വീഡിയോ വരുമ്പോൾ കുറച്ചുകൂടി ലെങ്തി ആവണത് കൊണ്ട് മാത്രം നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ഇലൂഷൻ മ്യൂസിയം ഇടുന്നതാണ്.
ഇല്യൂഷൻ മ്യൂസിയത്തിലൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആന്ധ്രാഭവനിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ലൈറ്റ് വ്യൂ കാണാൻ വന്നിരിക്കുകയാണ്. ഡൽഹി നല്ല രസമാണ് കേട്ടോ. ഡൽഹി 10 വർഷത്തിന് മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൈറ്റ് വ്യൂവിൽ ഒട്ടും ഞാൻ പോയിട്ടൊന്നുമില്ല. പക്ഷേ നൈറ്റ് വ്യൂവിലാണ് ഡൽഹി കാണേണ്ടത്. നല്ല ഭംഗിയാണ്. എല്ലാ കെട്ടിടങ്ങളും ലൈറ്റിൽ കുളിച്ച് നിൽക്കുകയാണ്. അതേ കണ്ടോ, നമ്മളുടെ ഇന്ത്യ ഗേറ്റിന് ലൈറ്റ് ഇട്ടിട്ട് കണ്ടോ, സ്വതന്ത്ര പതാകയുടെ ലൈറ്റാണ് ഇന്ത്യ ഗേറ്റിന് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ഭംഗിയാണെന്ന് നോക്കി. അമർ ജവാൻ ജ്യോതി അവിടെ നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ ഇവിടെ കണ്ടോ, നമ്മളുടെ രാവിലെ നമ്മൾ അവിടെ വന്നിരുന്ന് കളിച്ച ആ ഗാർഡനൊക്കെയാണ്. അവിടെയൊക്കെ ലൈറ്റ് ഇട്ടേക്കുകയാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഷിപ്പൊക്കെ ലൈറ്റൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഡൽഹി മുഴുവൻ ലൈറ്റിൽ കുളിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി നൈറ്റ് വ്യൂ നമ്മളൊന്ന് കാണണം. നല്ല ഭംഗിയാണ്. എല്ലാ സ്ഥാപനങ്ങൾക്കും ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഡൽഹി. നല്ല രസമാണ് നമുക്ക് കാണാൻ തന്നെ. അപ്പോൾ ഒരിക്കലെങ്കിലും നമ്മുടെ നൈറ്റ് വ്യൂ ഒന്ന് കാണണം കേട്ടോ. ഡൽഹിയുടെ എല്ലാ ബിൽഡിങ്ങുകളും പല കളറിൽ കണ്ടോ, എല്ലാ ബിൽഡിങ്ങുകളും പല കളറിൽ തിളങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളും നൈറ്റിൽ വണ്ടിയിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തു. എല്ലാ സ്ഥലങ്ങളിലും ലൈറ്റ് ഇട്ടത് നമ്മളിങ്ങനെ കണ്ടു. കുറേയൊക്കെ വീഡിയോസ് എടുത്തു. കുറേയൊക്കെ വീഡിയോസ് ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഡൽഹി ഒറ്റ ദിവസം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തോളൂ. പക്ഷേ ഒറ്റ ദിവസം ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഡൽഹിയിൽ തന്നെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ, ഗാന്ധിജി സ്മൃതി, പിന്നെ ഇന്ത്യ ഗേറ്റ്, റെഡ് ഫോർട്ട്, പിന്നെ രാഷ്ട്രപതി ഭവൻ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഡൽഹിയിൽ കാണാൻ പറ്റി. ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും ഡൽഹിയിൽ കാണാനുണ്ട്. കുത്തബ് മിനാർ ഒന്നും നമ്മൾ കാണാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം 10 വർഷത്തിന് മുമ്പ് ഞാൻ വന്നപ്പോൾ കുത്തബ് മിനാറൊക്കെ പോയിരുന്നു. പക്ഷേ കുത്തബ് മിനാർ നമ്മളിപ്പോൾ ഡൽഹിയിൽ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. കുറച്ചും കൂടി അകലെയാണ്. കുത്തബ് മിനാറുണ്ട്, ലോട്ടസ് ടെമ്പിൾ ഉണ്ട്. അങ്ങനെ ഡൽഹിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. അപ്പോൾ നമുക്കൊരു ദിവസമേ ഉള്ളൂ ഡൽഹിയിൽ. അപ്പോൾ നമ്മൾ അത് കാരണം തന്നെ നാളെ നമ്മൾ ലുധിയാനയിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കൊരു ദിവസമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഷോർട്ട് പീരീഡിൽ നമ്മൾ ഡൽഹിയിൽ ഫുള്ള് ചുറ്റിക്കറങ്ങി 12 മണിയായി നമ്മൾ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ റെയിൽവേ സ്റ്റേഷന് തൊട്ടരികത്തുള്ള ഹോട്ടലിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഹോട്ടലിൽ ചെന്ന് നമ്മൾ റെസ്റ്റ് എടുത്തു. 12 മണി കഴിഞ്ഞു ഹോട്ടലിലെത്തിയപ്പോൾ. അപ്പോൾ ഫുള്ള് നൈറ്റ് വ്യൂവിൽ ഡൽഹി ഫുള്ള് കണ്ടു. നല്ല രസമായിട്ട് ഡൽഹി, അയ്യോ പറയാൻ വേണ്ടി ഇരിക്കാൻ വയ്യ, അത്ര ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പറ്റിയാൽ ഡൽഹിയിൽ എന്തായാലും നൈറ്റ് വ്യൂ ഒക്കെ കാണണം. ഡൽഹി അടിച്ച് പൊളിക്കണം. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരേക്കും ബായ്.